കുറൂരമ്മയുടെ ഉണ്ണികൃഷ്ണനെ പൂജിക്കാനായിട്ട് വില്ലുമംഗലം സ്വാമിയാർ എത്തിയ കഥ നമുക്കൊന്ന് കേൾക്കാം. ഇവർ രണ്ടുപേരും സമകാലീനരായിരുന്നു. അത്ര അടുത്തല്ലെങ്കിലും അടുത്ത പ്രദേശത്തിലുള്ളവരുമായിരുന്നു. രണ്ടുപേരും പരസ്പരം കേട്ടിട്ടുണ്ട്. രണ്ടുപേരും വലിയ ഭക്തരാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറൂരമ്മ ചെമ്മങ്ങോട്ടില്ലത്തെ തമ്പുരാട്ടിയെ കണ്ടു. കുളത്തിൽ കുളിക്കാൻ ചെന്നപ്പോൾ തമ്പുരാട്ടി അവിടെയുണ്ട്. ഇവരോട് പറഞ്ഞു, തെറിച്ച് അശുദ്ധമാക്കരുത്, ഒരു ഭിക്ഷയുള്ളതാണെന്ന് പറഞ്ഞു. തെറിച്ച് അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞാൽ തുണി അലക്കുമ്പം വെള്ളം തെറിക്കുമല്ലോ, അതിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചു, ആരാണോ ഇത്ര വലിയ മഹാൻ എന്ന് വിചാരിച്ചു. പക്ഷേ മനസ്സിലായി അത് വില്ലുമംഗലം സ്വാമിയാർ തന്നെ ആയിരിക്കുന്നത്. വേഗം കുളിച്ച് കയറി ഇല്ലത്തെത്തി. എന്നിട്ട് ദാസിയോട് പറഞ്ഞേ, ആ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ടാവും, അദ്ദേഹത്തോട് ഇന്നിവിടെ പൂജയ്ക്ക് വരണമെന്ന് പറയാൻ പറഞ്ഞു. ദാസി എന്ന് പറഞ്ഞു. അപ്പം സ്വാമിയാർ പറഞ്ഞു, ഇന്ന് തരാവില്ല, ഇന്നിങ്ങനെ ചെമ്മങ്ങോട്ടില്ലത്ത് ചെല്ലാനുള്ളതാണ്, നാളെയോ മറ്റേ ആവാമെന്ന് പറഞ്ഞു. ചെന്ന് കുറൂരമ്മയോട് പറഞ്ഞു. കുറൂരമ്മ വീണ്ടും പറഞ്ഞു വിട്ടു, ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു വിട്ടു. ഇത് കേട്ടപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വേറെ ആരും ഇങ്ങനെ ഇത്രയും കർക്കശമായിട്ട് പറയില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ല, ഇന്ന് പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം അങ്ങോട്ട് പുറപ്പെടണമെങ്കിൽ ശംഖ് വിളിക്കണം. അതുവരെ ശംഖിനൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ട് ചെമ്മങ്ങോട്ടില്ലത്തേക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ശംഖിൽ നിന്ന് ഒച്ച കേൾക്കില്ല. അയ്യോ, ഇനി എന്തു ചെയ്യും? ഉടനെ എന്നെ സ്വാമിയാരൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി കാരണം നമ്മുടെ കുറൂരിലെത്തുന്നതാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് ഇങ്ങനെ ദാസിയും പറഞ്ഞു വിട്ടു, അവിടെ കുറൂരമ്മയ്ക്ക് സഹായിയായിട്ടൊരു ഉണ്ണിക്കുട്ടനാണ് ഉള്ളത്. അവനെയും പറഞ്ഞു വിട്ടു ഇവരെ കാണാഞ്ഞിട്ട്. അവസാനം കുറൂരമ്മ തന്നെയായി. അയ്യോ, എന്തായാലും വില്ലുമംഗലം സ്വാമിയാർ വരുമല്ലോ, എന്താ ചെയ്യണേന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും വേറൊരു ഉണ്ണിക്കുട്ടൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അമ്മയ്ക്കെല്ലാം ചെയ്തു തരാം, അമ്മ എവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം വളരെ കറക്റ്റായിട്ട് എന്തൊക്കെയാണോ അമ്മ വിചാരിച്ച അതുപോലെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കുക കേട്ടോ. അപ്പം വിചാരിച്ചു, ഏതോ ഒരു ശാന്തിക്കാരൻ്റെ മകനായത്, ഇല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് ഇതൊക്കെ അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും പൂജയ്ക്കൊക്കെ ഒരുക്കി. അന്നേരത്തേക്കും സ്വാമിയാർ വന്നു. അപ്പോഴത്തേക്കും ഈ ഒരുക്കി കഴിഞ്ഞിട്ട് ഈ കൊച്ചങ്ങ് പോയി. എന്നെ പഴയ ഉണ്ണിക്കുട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തു. ഉണ്ണിക്കുട്ടൻ ഉടനെ തന്നെ സ്വാമിയാർ വന്നപ്പോഴത്തേക്കും എതിരേറ്റ് കൊണ്ടുവന്നു. ആദ്യം തന്നെ പൂജയ്ക്കാണ് ഇരുന്നത്. വേഗം അവിടെ ഇരുന്നു. വേറെ ആരുമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരുണ്ട്. പിന്നെ കുറൂരമ്മയും നമ്മുടെ ഉണ്ണിക്കുട്ടനും കൂടി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പൂജ. അന്നേരമാണ് അത്ഭുതം സംഭവിച്ചത്. ഈ സ്വാമിയാരെ ഭഗവാന്റെ ഉണ്ണികൃഷ്ണനാണല്ലോ പൂജിക്കണം. എന്നും കുറൂരമ്മ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹത്തിലാണ് ഈ പൂജ നടത്തുന്നത്. ഇദ്ദേഹം ഒരു പുഷ്പം അർച്ചിക്കുമ്പോഴത്തേക്കും ആ പൂവ് കുറൂരമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ പാദത്തിലേക്കാണ് വീഴുന്നത്. ഒന്ന് നോക്കി സ്വാമിയാർ, രണ്ടാമതൊന്നും കൂടെ ഇട്ടു. അന്നേരവും അതിങ്ങോട്ട് വരുന്നു. സ്വാമിയാർ വേഗം അവിടെ നിർത്തിയിട്ട് എഴുന്നേറ്റ് സാഷ്ടാംഗം പ്രണാമം ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടനെ കാണാനില്ല. പിന്നെ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ, കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിയാരും കൂടെ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ വികൃതികളും ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം കഴിച്ചു കൂട്ടി.